വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ക്യൂആൻ്റെ എപ്പിസോഡിൽ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ചില സംശയങ്ങൾക്ക് ഉത്തരം ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിച്ചു. ഇന്ന് മറ്റ് സഹോദരങ്ങൾ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ എപ്പിസോഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റ് പലർക്കും ഇതുപോലെ സംശയം ഉണ്ടായിരിക്കാം. പക്ഷെ ആരോട് ചോദിക്കേണ്ടതെന്നറിയില്ല. ഏതായാലും നിങ്ങൾ ചോദിച്ചവർ മറ്റുള്ളവരെ കൂടെ ഹെൽപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡുകൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം, അതിനുശേഷം ചോദ്യങ്ങളിലേക്ക് കയറാം. അതെ, ഇന്ന് ആദ്യമേ തന്നെ നമുക്കൊരു എക്സ്ക്ലൂസീവ് സ്പോൺസർ എന്ന് പറയാം. എബ്രഹാം ആൻഡ് അന്ന, ഇന്ന് അവരുടെ 12ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി എബ്രഹാം ആൻഡ് അന്ന. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇതുവരെ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും ആ കുടുംബത്തെ കാത്തു പരിപാലിച്ചതിനുമായിട്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന കർത്താവെ, കുടുംബമായി കൂടുതൽ ആത്മീയതയിൽ ഉയർച്ച പ്രാപിക്കുവാൻ, എബ്രഹാമിൻ്റെ ബിസിനസ്സിൽ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ, മെയിൻ സ്പോൺസർ തന്നെയാണ് വടാട്ടുപാറയിൽ നിന്ന് അമൽ സുധീഷ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുവാൻ, സ്വന്തമായി ഭവനം പണിയുവാനും സാമ്പത്തിക വിടുതലുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. സഹോദരൻ ആരോൺ നന്നായി പഠിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടുത്ത് നമുക്ക് 2-3 കോ സ്പോൺസേഴ്സ് കൂടിയുണ്ട്. ആദ്യത്തേത് എടത്തലയിൽ നിന്ന് ഉഷയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ഭവനം ലഭിക്കുവാൻ, മകളുടെയും മരുമകൻ്റെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, മകന് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ, മകൾക്ക് സ്ഥിരമായ ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തത് പള്ളുരുത്തിയിൽ നിന്ന് ജോയ്സിയാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മകൻ ടീൻ്റെ പുകവലി മാറുവാൻ, കർത്താവെ, അവൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ നിലവിൽ ചെയ്യുന്ന ബിസിനസ് ദൈവഹിതം വെളിപ്പെടുവാൻ, പ്രൊഫഷണൽ ജോലി തനിക്ക് ലഭിക്കുവാൻ, മകൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഒക്കെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ഇടുക്കിയിൽ നിന്ന് ഷിബി ജോർജാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ ഷേബയുടെ സെമസ്റ്റർ എക്സാം പാസ്സായതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഷേബയെയും അതുപോലെ മക്കളായ മിൽക്കിയെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ഷേബയുടെ ശാരീരികവും മാനസികവുമായ ബലത്തിനായി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് കാണുന്ന നിങ്ങൾക്കും അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു പാർട്ണറായി സ്പോൺസറാക്കി മാറാം. ഇനിയുള്ള സ്ക്രീനുകളിലെ വിവരങ്ങൾ ദയവായി നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് കർത്താവിന് പാടി സ്തുതിക്കാം. പാടിപ്പുകഴ്ത്തിടം ദേവദേവനെ പുതിയതം കൃപകളോടെ, പാടിപ്പുകഴ്ത്തിടം ദേവദേവനെ പുതിയതം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ ഞാൻ പാടിപ്പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ ഞാൻ പാടിപ്പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റും മഴയും ഒടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റും മഴയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാ ചേർത്തും മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാ ചേർത്തും മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ
എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി സ്തുതിച്ചിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. Amen. ഓൾറൈറ്റ്, ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. Yes. ആദ്യത്തെ ചോദ്യം Yeah. എന്താണ്, ആരാണ് ചോദിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? ഇത് ചോദിച്ചിട്ടുള്ളത് ഇന്ദിര നായരാണ്. ഓക്കെ. പ്ലീസ് എക്സ്പ്ലെയിൻ ഇൻ ദ മോർണിംഗ് ഗ്ലോറി അബൌട്ട് മരിച്ചവർ മരിച്ചവരെ സംസ്കരിക്കട്ടെ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്നുള്ള ഭാഗം എന്ന് പറയുന്ന ഭാഗത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഇന്ദിര നായരാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എനിക്ക് ഒന്ന് 9-ാം അധ്യായത്തിൽ ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. പറഞ്ഞിരിക്കുന്നത് എന്ത് കോണ്ടെക്സ്റ്റിലാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ ശരിയായ അതിലെ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാകൂ. എനിക്ക് തോന്നുന്നു 59-60 വചനങ്ങളിലാണ്. He said to another man, "Follow me." But he replied, "Lord, first let me go and bury my father." Jesus said to him, "Let the dead bury their own dead, but you go and proclaim the kingdom of God." വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ഓക്കെ. 60-ാമത്തെ വചനം. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. ആ ഒരു ഭാഗത്ത് അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, യേശു കർത്താവിൻ്റെ ശിഷ്യനാകുന്നതിനുള്ള വില, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് യേശു പറഞ്ഞു വരുന്നത്. പലരും യേശുവിനെ ശിഷ്യരാകാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ യേശു കർത്താവ് ചില ഡിമാൻഡുകൾ വയ്ക്കുന്നു. നീ ഇന്ന രീതിയിലാണെങ്കിൽ നിനക്കെൻ്റെ ശിഷ്യനാകാം, ഇല്ലെങ്കിൽ യു ആർ റിജക്റ്റഡ്. ഒരാളോട് യേശു പറയുകയാണ്, ഫോളോ മീ, നീ എന്നെ അനുഗമിക്കുക. പക്ഷേ അദ്ദേഹം അതിനൊരു തടസ്സം പറഞ്ഞു. തടസ്സം ഇത്രയേ ഉള്ളൂ, ലോർഡ് ഫസ്റ്റ് ലെറ്റ് മീ ഗോ ആൻഡ് ബറി മൈ ഫാദർ. ആദ്യം പോയി ഞാൻ എൻ്റെ പിതാവിനെ കുഴിച്ചിടട്ടെ. അപ്പോൾ ആദ്യം പോയി കുഴിച്ചിടണമെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ സമയത്ത് മരിച്ചു കിടക്കുകയാണ്, അല്ലെങ്കിൽ മരിച്ചു കിടക്കണമെന്നില്ല. അന്നത്തെ ഒരു യഹൂദന്മാരുടെ ഒരു രീതിയുണ്ട്, ഒരുപക്ഷെ ഇയാൾ മൂത്ത പുത്രനാണെങ്കിൽ അദ്ദേഹം തന്നെ പിതാവിനെ നോക്കി വാർദ്ധക്യമാകുമ്പോൾ ബറി ചെയ്ത് അതിനുശേഷമാണ് അദ്ദേഹത്തിന് റിലീസ് കിട്ടുന്നത്. കാരണം മൂത്തയാൾക്ക് 3/2 ഭാഗം പ്രോപ്പർട്ടി കിട്ടേണ്ടതാണ്. മറ്റൊരു രീതി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ പിതാവ് മരിച്ചെങ്കിൽ തന്നെ അതിൻ്റെ അസ്ഥികൾ വീണ്ടും എടുത്ത് റീബറി ചെയ്യുന്നൊരു മെത്തേഡുകളുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഫുള്ളി ഫ്രീഡം കിട്ടുകയുള്ളൂ, സ്വതന്ത്രമാകുകയുള്ളൂ, എവിടെയെങ്കിലുമൊക്കെ മൂവ് അറൗണ്ട് ചെയ്യാൻ. അത് 1 ഇയറിന് ശേഷമൊക്കെയാണ് അത് ചെയ്യുന്നത്. എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അവിടെ അറിയുന്നില്ല. പക്ഷേ ഒരു പ്രിൻസിപ്പിൾ ഇതാണ്. 60-ാമത്തെ വചനത്തിൽ യേശു അവനോട് പറയുകയാണ്, ലെറ്റ് ദ ഡെഡ് ബറി ദെയർ ഓൺ ഡെഡ്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. അത് ഞാൻ മനസ്സിലാക്കുന്നത് മരിച്ചവർ എന്ന് അവിടെ മരിച്ച ആളെ കൊണ്ട് കുഴിച്ചിടാൻ പറ്റും, അയാൾ മരിച്ചുപോയി, അതല്ല എൻ്റെ അർത്ഥം. അവിടെ ഒരു വേർഡ് പ്ലേ ഉണ്ട്. സ്പിരിച്വലി ഡെഡായിട്ടുള്ള ആളുകൾ, ആത്മീയമായി മരിച്ചു കിടക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ ആത്മാവ് മരിച്ചു കിടക്കുന്നു, അഥവാ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ, നിത്യജീവനെ സ്വീകരിച്ചിട്ടില്ലാത്തവർ, യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടില്ലാത്തവർ. അങ്ങനെയുള്ളവർ ആ മരിച്ചവരെ കുഴിച്ചിടുന്ന ശുശ്രൂഷ ചെയ്യട്ടെ. കാരണം പറയുന്ന ഇതാണ്, യു ഗോ ആൻഡ് പ്രൊക്ലൈം ദ കിങ്ഡം ഓഫ് ഗോഡ്. നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. എൻ്റെ അർത്ഥം, if you want to be my disciple, if you want to follow me, I am the first priority. അതാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും വലിയ പ്രാധാന്യം ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ എനിക്കാണ്. അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള കർത്തവ്യങ്ങളൊക്കെ ഇവർ ചെയ്യട്ടെ, നീ എൻ്റെ പിന്നാലെ വന്ന് ദൈവരാജ്യം പ്രസംഗിക്കുക. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യെസ്, അടുത്ത ചോദ്യം ആളുടെ പേര് കാണുന്നില്ല, പക്ഷെ ഇതാണ്, ഈസ് ഇറ്റ് റോങ് ടു അറ്റൻഡ് ഫങ്ഷൻസ് ഫോർ ദ ഡെഡ്? മരിച്ചവരെ
പ്രതിയുള്ള ഏതെങ്കിലും ഫംഗ്ഷനുകളിൽ മരിച്ചവർക്ക് വേണ്ടി ഉള്ള അടിയന്തരങ്ങളിൽ പങ്കെടുക്കുന്നത് തെറ്റുണ്ടോ? ഷുഡ് ഐ പ്രേ ഫോർ ദ ഡെഡ് പീപ്പിൾസ് സോൾസ്? മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഈ 2 ചോദ്യമാണ്. വളരെ ന്യായമായ ചോദ്യങ്ങളാണ്. എനിക്കുണ്ടായിരുന്ന ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, സംശയങ്ങളകത്ത്. ദൈവജനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മരിച്ച ശേഷം ആദ്യത്തെ ചോദ്യം, ഈസ് ഇറ്റ് റോങ് ടു അറ്റൻഡ് ഫങ്ഷൻസ് ഫോർ ദ ഡെഡ്? മരിച്ചവർക്ക് വേണ്ടിയുള്ള അടിയന്തരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ടോ? പല ജാതി മതങ്ങളിലും പല മതവ്യവസ്ഥകളിലും മരിച്ച ശേഷം അവർക്ക് വേണ്ടിയുള്ള ചില ശേഷക്രിയകൾ, അല്ലെങ്കിൽ അതിന് ശേഷം അവർ മോക്ഷം പ്രാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും പല മതങ്ങളിലും ഉണ്ട്. ക്രിസ്തീയമായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിൽ ജീവിക്കുന്നവരും അങ്ങനെയുള്ള മരിച്ചവർക്ക് വേണ്ടിയുള്ള ഫങ്ഷനുകൾ പലതും അവരോടുള്ളൊരു ആദരവായിട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ആത്മീയ പ്രവൃത്തിയായിട്ടൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവവചനം ഇത്രയും വർഷങ്ങൾ പഠിച്ചിട്ട് ഇന്ന് വരെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മരിച്ചവർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന ബൈബിളിൽ ഒരു സ്ഥലത്തും പ്രൊമോട്ട് ചെയ്യുന്നില്ല. മരിച്ച ശേഷം അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി, അയാളുടെ മോക്ഷത്തിന് വേണ്ടി, അയാൾ സ്വർഗത്തിലെത്താൻ വേണ്ടി, അയാളുടെ ആത്മാവിന് നിത്യജീവൻ കിട്ടാൻ, എന്താണ് നിത്യശാന്തി കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വചനം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ടോട്ടലി മീനിങ്ലെസ്. ഇപ്പം ഞാൻ മരിച്ചു പോയ ശേഷം നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ എത്ര വലിയ പ്രാർത്ഥന കഴിച്ചാലും അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനാൽ ഞാൻ സ്വർഗത്തിൽ പോകില്ല. അതിനു മുൻപ് തന്നെ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഇവിടെ വെച്ച് തന്നെ ഞാൻ എവിടെയാണ് എത്തേണ്ടതെന്നുള്ളത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ചില വചനങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിൽ ഒരു ഭാഗം ഒന്ന് കുറിച്ച് വെക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെ വായിക്കുമ്പോൾ, ലൂക്ക് 16:19-31, അവിടെയാണ് ദ സ്റ്റോറി ഓഫ് ദ റിച്ച് മാൻ ആൻഡ് ലാസറസ് നമ്മൾ കാണുന്നത്. ധനവാന്റെയും ലാസറുടെയും ഉപമ. ആ ഉപമയുടെ ഭാഗത്ത് വളരെ വ്യക്തതയോടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഈ ധനവാൻ മരിച്ച് പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന സമയത്ത് അയാളൊരു പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ 5 സഹോദരങ്ങളുണ്ട്. ഈ ലാസറിനെ ഒന്ന് അങ്ങോട്ടൊന്ന് വിടാമെങ്കിൽ അവരൊന്ന് കേട്ട് അവരൊന്ന് മാനസാന്തരപ്പെടുമല്ലോ. പക്ഷെ നമ്മൾ അതിനുശേഷം ഒരു ചേഞ്ചും സാധ്യമല്ല എന്നുള്ളത് കൃത്യതയോടെ കർത്താവ് ആ ഉപമയിൽ വ്യക്തമാക്കുന്നത്. അതൊരു ഉപമയെന്ന് പോലും നമുക്ക് പറയാൻ സാധ്യമല്ല, ഒരു റിയൽ ഇൻസിഡൻ്റ് ആയിട്ടാണ് യേശു പറയുന്നത്. അപ്പോൾ മരിച്ചതിന് ശേഷം ഒരു ചേഞ്ചും സാധ്യമല്ല, സ്പിരിച്വൽ സ്റ്റേറ്റസിനുള്ള ചേഞ്ച് സാധ്യമല്ല. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ, ആൻഡ് ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ഫോർ മെൻ ടു ഡൈ വൺസ് ആൻഡ് ആഫ്റ്റർ ദിസ് ദ ജഡ്ജ്മെൻറ്റ്. ഇവിടെ പറയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. അവിടെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടോ? നോ. എന്ന് വെച്ചാൽ ഒരിക്കൽ മരിച്ചാൽ പിന്നെ ന്യായവിധിയാണ് ശേഷിക്കുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമാകാൻ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വചനം വായിച്ച് നോക്കണം. 2 Corinthians chapter 5 verse number 10. അതിൽ, for we must all appear before the judgment seat of Christ, that each one may receive the things done in the body according to what he has done, whether good or bad. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ വളരെ ക്ലിയറാണ്. നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ
ചെയ്യുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന് തക്കവണ്ണമുള്ള ഒരു ന്യായവിധിക്ക് വേണ്ടി നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പം അതിനുശേഷം ആ മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി കഴിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും വിഫലമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് എന്ത് ചെയ്തോ അതിനനുസരിച്ചാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള അടിയന്തരങ്ങളിൽ സംബന്ധിക്കാമോ? അത് തെറ്റാണോ? മാത്രമല്ല, ഷുഡ് ഐ പ്രേ ഫോർ ദ ഡെഡ് പീപ്പിൾസ് സോൾസ്? മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണോ? ഉത്തരം ഇത്രയേ ഉള്ളൂ, രണ്ടും അർത്ഥശൂന്യമാണ്. ദൈവവചനം അനുസരിച്ചതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ചില സമയങ്ങളിൽ ഈ മെമ്മോറിയൽ സർവീസായിട്ട് ഇപ്പോൾ ഒരാൾ മരിച്ചു, അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതിലൊക്കെ പോകുന്നതിൽ വലിയ തെറ്റൊന്നും. ഓർമ്മകൾ, മെമ്മോറിയൽ സർവീസ്, സ്മരണകൾ പങ്കുവയ്ക്കുക. അത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. അയാളെ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്ത് സ്വർഗത്തിൽ പുഷ് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുമല്ല. അയാളെ ഒന്ന് ഓർക്കാനും അതിലുപരി അദ്ദേഹത്തിൻ്റെ ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ വളരെ ദുഷ്ടനായിട്ടും പാപം ചെയ്തും ജീവിച്ചൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം കൂടി അയാൾക്ക് വേണ്ടി കുറേ പ്രാർത്ഥനകൾ നടത്തി ഇയാളെ എങ്ങനെയെങ്കിലും നിത്യശാന്തിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കോൺസെപ്റ്റ് ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ല. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇത്. അക്ഷ നൽകിയിട്ടുള്ള ഒരു ചോദ്യമാണിത്. യേശുവിനെ അറിയാതെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അക്ഷയുടെ ചോദ്യം ഒത്തിരി പേർക്കും ഉള്ളിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം യേശുവിനെ അറിയാതെ ഒരാൾ മരിച്ചുപോയി. അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഉത്തരം അല്പം ഹൃദയഭേദകമാണ്. ഒരു പരിഹാരവും ഇല്ല. കാരണം ഈ തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഏകദേശ ഉത്തരമുണ്ട്. അതിൻ്റെ ഉത്തരം പറഞ്ഞപ്പോൾ തന്നെ മരിച്ച ശേഷം ആ ആൾക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ചെയ്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും പല മതങ്ങളിലും വിശ്വാസ രീതികളിലും എങ്ങനെയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചില മതങ്ങളിൽ വർഷത്തിലൊരിക്കൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയുള്ള ക്രിയകളൊക്കെ നടത്താറുണ്ട്. ഇനി ദൈവമക്കൾ ചിന്തിക്കുവാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇപ്പോൾ ഇന്ന് രക്ഷ പ്രാപിച്ചിട്ടുള്ള ആളുകൾ, വീണ്ടും ജനിച്ചിട്ടുള്ള, പക്ഷേ നമ്മളെ പ്രിയപ്പെട്ട ഒത്തിരി പേര് മരിച്ചുപോയി, അവരൊന്നും അവിടെ എത്തിയിട്ടില്ല, എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ? ഉത്തരം, അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. നമുക്ക് ആർക്കും അത് ചെയ്യാൻ സാധ്യമല്ല. സോ ദർ ഈസ് നോ മീനിങ് ഇൻ പ്രേയിങ് ഫോർ ദ ഡെഡ് പീപ്പിൾ, ഓൾറെഡി ഡെഡ് പീപ്പിൾ. മരിച്ചുപോയ ആൾക്ക് വേണ്ടി ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. നമുക്ക് ഇതിനിടയിൽ ഒരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതെങ്ങനെയാണ്? ചില വിശ്വാസ രീതികളിൽ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ കുറേ പാപം ചെയ്തു, കുറേ നല്ലതുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ദൈവം നരകത്തിലേക്ക് വിടുന്നില്ല, സ്വർഗത്തിലേക്കും വിടുന്നില്ല. പക്ഷേ അതിനിടയ്ക്ക് ഒരു പെർഗേറ്ററി പോലെ, അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണ സ്ഥലം പോലെ ഒരു സ്ഥലത്ത് കൊണ്ട്, ഒരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നു. അനേക വർഷങ്ങൾ അവിടെ കിടന്ന് ശുദ്ധീകരണം പ്രാപിച്ച് കഴിയുമ്പോൾ അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രമോഷൻ കിട്ടുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു സ്ഥലത്തും അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നാൽ ചില വചനങ്ങളൊക്കെ എടുത്ത് ആ പരിവേഷത്തിലേക്കാക്കി അങ്ങനെ സ്ഥാപിക്കാറുണ്ട് പലരും. അതിലൊരു വചനം നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെ. 1 Corinthians 3:10-15. അതിൽ പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് ഒരു പ്രത്യേക ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, വേറെയും ചില വചനങ്ങളൊക്കെ എടുത്തിട്ടാണ് ആളുകൾ ഇങ്ങനൊരു ഡോക്ടർ, ഇങ്ങനൊരു ടീച്ചിങ് കൊണ്ടുവരുന്നത്. പെർഗേറ്ററി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന ഒന്നിലേക്ക് വന്നിരിക്കുന്നത്.
ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഓക്കെ. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, ഞാൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഓക്കെ. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനും രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോൾ ഈ ഭാഗം ഇവിടെ തീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതാണ് ഈ പർഗേറ്ററി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. ഇവിടെ നിന്ന് പോയ ശേഷം എല്ലാവരെയും കൊണ്ടുപോയി തീയിലിടുമ്പോൾ കുറേ പേരുടെയൊക്കെ കത്തിപ്പോവും, പക്ഷേ ആൾ രക്ഷപ്പെടും. അതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഒരിക്കലും ഇത് പർഗേറ്ററിയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. തീ കൊണ്ട് അതിനെ ശോധന ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായവിധി ദിവസം ഒരു പക്ഷേ യേശു കർത്താവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പാകെ തീജ്വാലയ്ക്കൊത്ത കണ്ണുകളുടെ മുമ്പിൽ നമ്മുടെ മോട്ടീവ്സ് ഉൾപ്പെടെ എന്തിനു വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ പ്രവർത്തികൾ ചെയ്തു, ആ പ്രവർത്തികളെയാണ് ആ ന്യായവിധി ദിവസത്തിൽ ശോധന ചെയ്യുന്നത്. അത് അവിടെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ വരാത്തതെല്ലാം നീക്കം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനൊന്നും പ്രതിഫലമില്ലാതെ പോകുന്നു, അതൊന്നും നിലനിൽക്കാതെ പോകുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. പക്ഷേ ആള് രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, ആള് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു വ്യക്തിയാണെങ്കിൽ ആള് രക്ഷിക്കപ്പെടും. പക്ഷേ അയാൾ ഈ ഭൂമിയിൽ ചെയ്ത ശുശ്രൂഷകൾ, പ്രവൃത്തികൾ അതെല്ലാം വെന്തുപോകും, അതിനൊന്നും പ്രതിഫലമില്ലാതെ പോകുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ബസ്ബ്രുഖാന ഓർ പർഗേറ്ററി. വളരെ ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കണം. 1-2 വചനങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഫിലിപ്പ് ലേഖനം 1:23. Philippians chapter 1 verse 23. For I am hard pressed between the two, having a desire to depart and be with Christ, which is far better. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. പൗലോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ട ആളാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ്? ക്രിസ്തുവിനോട് കൂടിയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 6-8 വചനങ്ങൾ നോക്കിയാൽ, 2 Corinthians chapter 5, 6 and 8 അവിടെയും, so we are always confident knowing that while we are at home in the body we are absent from the Lord. 8-ാമത്തെ വചനത്തിൽ we are confident, yes, well pleased rather to be absent from the body and to be present with the Lord. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. 8 ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതായത് നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി, ടു ബി ആബ്സെൻറ്റ് ഫ്രം ദ ബോഡി ഈസ് ടു ബി പ്രസൻറ്റ് വിത്ത് ദ ലോർഡ് എന്ന് വെച്ചാൽ ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ കർത്താവിനോട് കൂടിയാണ്. അല്ലെങ്കിൽ മറ്റവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളമോ ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതിന് പകരം ക്രിസ്തുവില്ലാത്ത ഒരു സ്റ്റേറ്റസിലേക്ക് ആ വ്യക്തി മാറിപ്പോവുകയാണ്. അതല്ലാതെ അതിനിടയിൽ ഒന്നില്ല. എൻ്റെ എല്ലാ സഹോദരങ്ങളോടും എനിക്കിന്ന് എംഫസൈസ് ഇത് പറയാനുള്ളൊരു കാര്യം ഇതാണ്. യേശു കർത്താവിൻ്റെ എല്ലാ ടീച്ചിങ്സിലും, അപ്പസ്തോലന്മാരുടെ ടീച്ചിങ്സിലും, ബൈബിൾ മുഴുവൻ എടുത്ത് പഠിച്ചാൽ സ്വർഗം നരകം, സ്വർഗം നരകം, സ്വർഗം നരകം എന്നുള്ള ഈ 2 ഡെസ്റ്റിനേഷൻ അല്ലാതെ അതിനിടയിലുള്ള ഒന്ന് പറഞ്ഞിട്ടില്ല. ഒത്തിരി പേര് ഇങ്ങനെ ആശ്വസിക്കാറുണ്ട്, ഭൂമിയിൽ കുറേ തെറ്റൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എങ്കിലും ശുദ്ധീകരണ സ്ഥലം ഉള്ളതുകൊണ്ട് ഇതിന് ശേഷം കുറേ നാൾ അവിടെ കിടന്ന്
കുറച്ച് തീയിലൊക്കെ കിടന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്താൻ പറ്റും. അങ്ങനെ ഒരു ഗ്രേ ഏരിയ ഇല്ല. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നത്, ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് വേണം തീരുമാനിക്കാൻ, ഇപ്പോൾ വേണം തീരുമാനിക്കാൻ. അപ്പം ഞാൻ എല്ലാവരോടും തുറന്നങ്ങ് ചോദിക്കുക, നിങ്ങൾ അപ്പോൾ ബ്രദറെ, ഞാനൊരു സംശയം ചോദിക്കുക, ബ്രദറെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ വെച്ച് അറിയാൻ കഴിയുമോ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകുമെന്നുള്ളത്? 100% അറിയാൻ കഴിയും. 98 100%. എങ്ങനെ അറിയാൻ കഴിയും? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ടാൽ മതി. ഹല്ലേലൂയ. റോമാലേഖനം 10:9 എല്ലാവർക്കും അറിയാം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വെരി സിമ്പിൾ. എന്നിട്ട് ഈ ദൈവവചനം അനുസരിച്ച് ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക, കർത്താവിൽ വളരുക. തീർച്ചയായിട്ടും സ്വർഗത്തിലേക്കുള്ള യാത്രയിലായിരിക്കും. ഇവിടെ വെച്ച് തന്നെ അറിയാൻ കഴിയും. ന്യായവിധിയുടെ ദിവസം അല്ല അറിയുന്നത് സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകുന്നത്. അങ്ങനെ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരവസരം തരാൻ പോവാ. നിങ്ങൾ ചെയ്യേണ്ടത് 2 കൈ നെഞ്ചിലേക്ക് എടുത്ത് വെച്ചേ, കണ്ണടച്ചേ. ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. യേശുവേ, എൻ്റെ ശരീരവും മനസ്സും ആത്മാവും അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. പാപജീവിതം എനിക്ക് വേണ്ട. യേശുവിൻ്റെ പിന്നാലെ ജീവിക്കുവാൻ നടക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ് എന്ന് ഞാൻ വാഗൊണ്ടേറ്റു പറയുന്നു. എനിക്ക് നിത്യജീവൻ തന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾ ഇന്ന് ആത്മാർത്ഥമായിട്ടാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി നരകത്തിലേക്കല്ല പോകുന്ന, സ്വർഗത്തിലേക്കാണ്. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഹല്ലേലൂയ. നാളെയും മറ്റന്നാളും കൂടെ നമ്മുടെ ഈ Q&A സെഷൻസ് എപ്പിസോഡുകൾ തുടരുകയാണ്. നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെയും വൈകിട്ടും വി ഹാവ് ഫാന്റാസ്റ്റിക് സെഷൻസ്. ഇന്നും അത് തുടരുകയാണ്. ഓരോ ദിവസം ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നു. അതുകൊണ്ട് മോർണിംഗ് ഗ്ലോറി കണ്ടല്ലോ എന്ന് വെച്ച് നിർത്തിക്കളയരുത്. ഇന്ന് രാവിലത്തെ സെഷനിലും വൈകിട്ടത്തെ സെഷനിലും എല്ലാം പങ്കെടുക്കുക. കർത്താവതിലൂടെ ദൈവം നിങ്ങളെ ധാരാളമായി ദിവസങ്ങൾ അനുഗ്രഹിക്കും. മാത്രമല്ല ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ 31-ാം തീയതി രാത്രി 10 മണിക്ക് നമ്മുടെ ക്രോസ് ഓവർ സർവീസ് നടക്കുകയാണ്. അതിലും പങ്കെടുക്കുക. ഒരു പുതിയ വർഷത്തിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തോടെ പുതിയ ശക്തിയോടെ പ്രവേശിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഏവർക്കും ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. You